വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമുക്ക് ഫോണ്ട് ഓസം ഐക്കൺസ് എങ്ങനെയാണ് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിലേക്ക് അല്ലെങ്കിൽ റിയാക്ട് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഫോണ്ട് ഓസത്തിൻ്റെയും റിയാക്റ്റിന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം നിങ്ങളുടെ കോഡ് ഫോൾഡറിലേക്ക് പോവാം. അവിടെ നിങ്ങളുടെ ടാസ്ക് ഏതാണോ റിയാക്ട് ടാസ്കിൻ്റെ ആ ഒരു ഫോൾഡറിലേക്ക് പോവാം. റിയാക്ട് ആപ്പിൽ വന്നു. റിയാക്ട് ആപ്പിൽ വന്നതിന് ശേഷം ഫോണ്ട് ഓസം പാക്കേജ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഫോർട്ടോസം എന്ന് പറയുന്നത്, ഫോണ്ടല്ല ഫോർട്ടോസം എന്ന് പറയുന്ന ഒരു പാക്കേജിൻ്റെ ഉള്ളിലുള്ള റിയാക്ട് ഫോണ്ടോസം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് npm-i@fortosum ആ ഒരു നെയിം അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഫോർട്ടോസം എന്ന് യൂസ് ചെയ്തത്. fortosum/react ഒരു സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ആ ഒരു പാക്കേജ് അവൈലബിൾ ആയിരിക്കില്ല. ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഉപയോഗിക്കാം. സൈഡ് ബാറിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഓരോ ടെക്സ്റ്റ് നേരത്തെ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഐക്കൺ കൊടുത്തിരുന്നു. അതേപോലെ ഈ ടെക്സ്റ്റിൻ്റെ മുമ്പ് ഫോണ്ടോസത്തിൻ്റെ ഐക്കണാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഫോണ്ടോസം ഐക്കൺ എന്ന് പറയുന്ന കമ്പോണൻ്റാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫോണ്ടോസം ഐക്കൺ, ഈ 3 വേർഡും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് ഫോണ്ടോസം ഐക്കൺ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. ആ ഒരു കമ്പോണൻ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്നത് നെയിംഡ് ഇമ്പോർട്ടാണ്, അതായത് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഫോണ്ടോസം ഐക്കൺ ഫ്രം ഏത് പാക്കേജാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്, @fortosum റിയാക്ട് ഫോണ്ടോസം, ഈ ഒരു പാക്കേജിൽ നിന്നാണ് നമുക്കത് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ആ ഒരു എറർ മാറിയിട്ടുണ്ട്. ഇനി ആ ഒരു ഫോണ്ടോസം ഐക്കണിൻ്റെ ഉള്ളിലേക്ക് ഏത് ഐക്കണാണ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്രോപ്പർട്ടി ആയിട്ട് പാസ് ചെയ്യണം, അല്ലെങ്കിൽ ആട്രിബ്യൂട്ടായിട്ട് പാസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഐക്കൺ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഐക്കൺ, ആ ഐക്കണിൻ്റെ ഉള്ളിലേക്ക് ഒരു കേളി ബ്രേസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഐക്കൺ പാസ് ചെയ്യണം. അപ്പോൾ ആ ഐക്കൺ, ആവശ്യമുള്ള ഐക്കൺ മാത്രം നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഐക്കൺ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പാക്കേജിലുള്ള ഐക്കണാണോ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഐക്കൺ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ ഒന്ന് നോക്കാം. ഇവിടെ എറർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഐക്കൺ ഒന്നും പാസ് ചെയ്യാത്തതുകൊണ്ട് ഒരു എററിൽ നിൽക്കുകയാണ്. റിയാക്ട് ഫോണ്ടോസം എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ ഒരു പാക്കേജ് ഇവിടെ തന്നെ ഉണ്ട്. npm-jsൽ വന്നു കഴിഞ്ഞാൽ പാക്കേജ് കാണാം. ഫോർട്ടോസം റിയാക്ട് ഫോണ്ടോസം. ഓക്കെ, ഡോക്യുമെൻറ്റേഷനിൽ വന്നു. ഡയറക്റ്റ് ഫോണ്ടോസം വെബ്സൈറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ്. അതിൽ സെറ്റപ്പ് വിത്ത് റിയാക്ട്, എങ്ങനെയാണ് റിയാക്റ്റിൽ യൂസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് കമ്പോണൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് സം ഐക്കൺസ്, ഡൈനാമിക് ഐക്കൺ ഇമ്പോർട്ട്, ആഡ് ഇൻഡിവിജ്വൽ ഐക്കൺസ് എക്സ്പ്ലിസിറ്റ്ലി. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് ഐക്കൺസ്, ആവശ്യമുള്ള ഐക്കൺസ് മാത്രം നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്ന ഇതാണ് ഫോണ്ടോസം ഐക്കൺ കമ്പോണൻറ്റ് ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൊടുത്ത പോലെ ഫോണ്ടോസം വെക്കുക. എന്നിട്ട് ഐക്കൺ ഈക്വൽ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ ഏതാണോ ഐക്കണ് അത് ഏത് പാക്കേജ്, അതായത് ഫോണ്ടോസത്തിൻ്റെ തന്നെ ഫോർട്ടോസത്തിൽ ഫ്രീ സോളിഡ് SVG ഐക്കൺസ് കാറ്റഗറി ഉണ്ടല്ലോ, ആ കാറ്റഗറിയിൽപ്പെട്ട ഏത് ഐക്കണാണോ അത് ഇമ്പോർട്ട് ചെയ്യുന്നിട്ട് അത് ആ ഒരു ഐക്കണിലേക്ക് പാസ് ചെയ്യുക. അങ്ങനെയാണ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ഐക്കണാണ് വേണ്ടതെന്നുള്ളത് ഐക്കൺസിൻ്റെ ലിസ്റ്റ് നോക്കാം. ഐക്കൺസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് അവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് സോളിഡ് കാറ്റഗറി നോക്കാം. സോളിഡിൽ തന്നെ ഫോണ്ടോസത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രോയും ഉണ്ട്, ഫ്രീയും ഉണ്ടാവും. നമുക്ക് ഉപയോഗിക്കേണ്ടത് ഫ്രീ ആയിട്ടുള്ള, അപ്പോൾ ഫ്രീ എന്ന് പറയുന്ന ഒരു ഐക്കണിൽ സെലക്ട് ചെയ്യാം. ഫിൽറ്റേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു, വീണ്ടും ഫ്രീ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ഏത് ഐക്കണാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഹൗസ്, ഫസ്റ്റ് നമുക്ക് ഡാഷ്ബോർഡിന് വേണമെങ്കിൽ ഈ ഹൗസ് എന്ന് പറയുന്ന ഐക്കൺ ഉപയോഗിക്കാം. അതിൽ വന്നു കഴിഞ്ഞാൽ ഹൗസ് കണ്ടു. അപ്പോൾ അതിൽ FA ഹൗസ്, അതാണ് അതിൻ്റെ ഒരു നെയിം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ റിയാക്റ്റിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഡൈനാമിക് ഇമ്പോർട്ടുണ്ട്, ഇൻഡിവിജ്വൽ ഇമ്പോർട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ഇമ്പോർട്ടിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് FA ഹൗസാണ് ഐക്കൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു FA ഹൗസ് ഇമ്പോർട്ട് ചെയ്യണം. ആ കോഡ് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കണ്ടൻറ്റ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കൊടുക്കാം. FA ഹൗസാണ്. ഇനി ആ ഒരു FA ഹൗസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് FA ഹൗസ് ഫ്രം ഫോട്ടോസത്തിൽ റിയാക്ട് ഫോട്ടോസം അല്ല, ഫ്രീ SVG ഐക്കൺസ് എന്ന് പറയുന്നൊരു പാക്കേജ് ഉണ്ടാവും. ആ ഒരു പാക്കേജ് കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഫ്രീ സോളിഡ് SVG ഐക്കൺസ് ആണ് അതിട്ട്. ആ ഒരു പാക്കേജ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. നേരത്തെ npm ഇൻസ്റ്റാളിൽ റിയാക്ട് ഫോണ്ടോസം റിമൂവ് ചെയ്തിട്ട് ഫ്രീ സോളിഡ് SVG ഐക്കൺസ്
ഇൻസ്റ്റാൾ ചെയ്തു, അതിനെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ആ ഒരു ഓട്ടോ കംപ്ലീഷൻ വന്നിട്ടുണ്ട്. ഫ്രീ സോളിഡ് SVG ഐക്കൺസ് എന്ന് FA ഹൗസാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി സേവ് ചെയ്തു നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തു, ഓട്ടോമാറ്റിക് റീഫ്രഷ് ആണ്. അവിടെ നമ്മൾ ഐക്കൺ വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റൈലിങ് കുറച്ച് സ്പേസ് കാര്യങ്ങൾ വരാനുണ്ട്. പക്ഷെ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുൻപ് ബൂട്ട്സ്ട്രാപ്പിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും റിയാക്റ്റിൽ നമ്മൾ ആ ടെക്സ്റ്റ് നമ്മളൊരു സ്പാനിലേക്ക് നമ്മൾ റാപ്പ് ചെയ്യാണ്. ഒരു സ്പാനിൻ്റെ ഉള്ളിൽ ആ ടെക്സ്റ്റ് ഇട്ടു, എന്നിട്ട് അതിനെ നമുക്ക് ക്ലാസ് കൊടുക്കാം. ഇപ്പോൾ സൈഡ് ബാർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അതേപോലെ തന്നെ none. ഇനി അതല്ലെങ്കിൽ സ്പാന് നമുക്ക് ക്ലാസ് കൊടുക്കണം നിർബന്ധമില്ല. സൈഡ് ബാർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് കൊടുക്കണം നിർബന്ധമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു എലമെൻറ്റ് വെച്ചിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. none ഡിസ്പ്ലേ നൺ, ബൈ ഡീഫോൾട്ട് ഡിസ്പ്ലേ നൺ ആയിരിക്കണം എന്ന് കൊടുത്തു. എന്നിട്ട് DMD ഇൻലൈൻ ആ ഒരു സ്റ്റൈൽ കൂടെ കൊടുത്തു. അതായത് ബൈ ഡീഫോൾട്ട് ഹിഡൻ ആയിരിക്കണം, പക്ഷേ മീഡിയം ഡിവൈസ് മുതൽ അങ്ങോട്ടേക്കുള്ള എല്ലാ ഡിവൈസിലും വിസിബിൾ ആയിരിക്കണം. നമ്മൾ മുൻപ് ചെയ്തത് തന്നെയാണ്. നമുക്ക് ആ ഒരു ഐക്കൺ അവിടെ വിസിബിൾ ആണ്. ഇനി നമുക്ക് ചെറിയ സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ഇൻവിസിബിൾ ആണ്. അപ്പോൾ ആ ഒരു ക്ലാസ് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് അതിനെ സ്റ്റൈൽ ചെയ്യാം. അതായത് നാവ് ലിങ്ക് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ് ആ ഒരു എലമെൻ്റ് ഉള്ളത് എന്നുള്ളത്. സൈഡ് ബാറിൻ്റെ ഉള്ളിൽ നാവ് ലിങ്കിൻ്റെ ഉള്ളിൽ ഒരു സ്പാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൈൽ വന്നു, സൈഡ് ബാർ ക്ലാസിൻ്റെ ഉള്ളിലുള്ള ഡോട്ട് നാവ് ലിങ്ക്, നാവ് ഹൈഫൺ ലിങ്കിൻ്റെ ഉള്ളിലുള്ള സ്പാൻ, അതിന് നമ്മൾ കൊടുക്കേണ്ടത് പാഡിങ് ലെഫ്റ്റ് സ്പേസ് വേണം. ഒരു 15px കൊടുത്ത് നോക്കാം. ഇപ്പം നമ്മളെ മെനുവിൽ ആ ഒരു ടെക്സ്റ്റും ഐക്കണും പ്രോപ്പറായിട്ട് സ്പേസൊക്കെ ഇട്ട് കറക്റ്റ് വിസിബിൾ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മെനൂസിനും നിങ്ങൾ ഓരോ ഐക്കൺസ് ആഡ് ചെയ്യുക. ഐക്കൺസ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് വിസിബിൾ ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ റെസ്പോൺസീവ് ഡിസൈനും കൂടെ ഫിക്സ് ചെയ്യാം. റെസ്പോൺസീവ് ഡിസൈനിൽ ആ ഒരു ടെക്സ്റ്റിന്, ബാക്കിയുള്ള ടെക്സ്റ്റിനോട് ഞാൻ ക്ലാസ് കൊടുക്കുകയാണ്. ഐക്കൺ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ മെനൂസിനും ഐക്കൺസും ആ ഒരു ടെക്സ്റ്റ് റാപ്പ് ചെയ്യാനുള്ള സ്പാനും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു റെസ്പോൺസീവ് മോഡിൽ വന്നു കഴിഞ്ഞാൽ ഐക്കൺസ് മാത്രമാണ് ഇപ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. നമ്മളെ സൈഡ് ബാറിൻ്റെ വിഡ്ത്ത് കൂടെ നമുക്ക് റെസ്പോൺസീവ് മോഡിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മീഡിയ ക്വറി എഴുതി @media മാക്സിമം വിഡ്ത്ത് 767px, അതായത് മീഡിയം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ 768ലാണ് മീഡിയം ഡിവൈസ് തുടങ്ങുന്നത്. അപ്പോൾ മീഡിയം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ സൈഡ് ബാർ എന്ന് പറയുന്ന ക്ലാസ്സിന് വിഡ്ത്ത് മാക്സിമം 50px മതി എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് റെസ്പോൺസീവ് മോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഐക്കൺ മാത്രമാണ് സൈഡ് ബാറിൽ വിസിബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ലാർജ് സ്ക്രീനിലേക്ക് പോകും. ലാർജ് സ്ക്രീനിലാവുന്ന സമയത്ത് കറക്റ്റ് ഐക്കൺസും ടെക്സ്റ്റും വിസിബിൾ ആണ്.